ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യാത്രക്കിടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് എന്നുള്ള വിവരം വരുന്നു. ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള ആശുപത്രി അധികൃതരുടെ വിശദീകരണവും ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഷമീർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷമീർ, ഏറെ സംഘർഷഭരിതമായ ഒരവസ്ഥയിൽ തന്നെയായിരിക്കും ആരോഗ്യമന്ത്രി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ശാരീരിക അസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് ഇപ്പോൾ കൊട്ടാരക്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നു. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വാഹനത്തിൽ വെച്ച് തന്നെ മന്ത്രിക്ക് കടുത്ത ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു, തലചുറ്റൽ അനുഭവപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനെ തുടർന്നാണ് മന്ത്രി കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിലായിരുന്നു. ഇതിനിടയിലാണ് മന്ത്രിക്ക് തലചുറ്റലും ദേഹാസ്വാസ്ഥ്യവും ഒക്കെ അനുഭവപ്പെട്ടത്. തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മന്ത്രി എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലുള്ള മന്ത്രിക്ക് പ്രാഥമിക ചികിത്സ നൽകി. രക്തസമ്മർദ്ദം കുറഞ്ഞതാണ് ഇത്തരത്തിൽ ഈ തലചുറ്റലിന് കാരണമായത് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മന്ത്രി ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ, മന്ത്രിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. മന്ത്രി ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലുണ്ട്. എന്തായാലും മന്ത്രി ആശുപത്രിയിൽ ഉള്ളത് കൊണ്ട് തന്നെ വലിയ സുരക്ഷ ഈ ആശുപത്രിക്ക് മുമ്പിലും പരിസരത്തും ഒക്കെ തന്നെ ഉണ്ട്. വലിയ മന്ത്രി രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ വലിയ സംഘർഷഭരിതമായ കാര്യങ്ങളിൽ നിന്നതുകൊണ്ട് തന്നെ ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി കഴിക്കാതെ ഇരുന്നിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അക്കാരണത്താലാണ് ഇത്തരത്തിൽ രക്തസമ്മർദ്ദം കുറഞ്ഞതും മന്ത്രിയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നതുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും മന്ത്രിക്ക് ഇപ്പോൾ പ്രാഥമിക ചികിത്സ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നൽകി വരികയാണ്. മന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. ഹർഷൻ, ഷമീറാണ് വിവരങ്ങൾ നൽകിയത്.